നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. എഫേസ്യർ 1:4 നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളിയെപ്പറ്റിയുള്ള ഒരു വാക്യമാണിത്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളോ അശുദ്ധിയോ ഒന്നും നമുക്ക് കാണാൻ കഴിയണമെന്നില്ല. ദൈവത്തിൻ്റെ വചനം ആകുന്ന ടോർച്ച് അടിച്ച് നാം നോക്കുമ്പോൾ അശുദ്ധിയുടെയും പാപത്തിൻ്റെയും കണികകൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. നാം ശ്രദ്ധിച്ചിട്ടില്ലേ? വെറുതെ ടോർച്ച് അടിച്ച് അതിൻ്റെ വെട്ടത്തിലേക്ക് നോക്കുമ്പോൾ പൊടിപടലങ്ങൾ പാറിക്കളിക്കുന്നത്. എന്നാൽ വെളിച്ചം ഇല്ലാത്തപ്പോൾ ആ പൊടിപടലങ്ങൾ നമ്മൾ കാണാറില്ല. ദൈവത്തിൻ്റെ ടോർച്ച് അടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളും അശുദ്ധിയും വ്യക്തമാകുന്നു. ഇവിടെയാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള നമ്മുടെ വിളി പ്രസക്തമാകുന്നത്. എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരും ആക്കി നിർത്തുന്നതിനു വേണ്ടി. ദൈവവുമായുള്ള മുഖാമുഖ ദർശനത്തിലൂടെ ഈ പാപങ്ങൾ മനസ്സിലാക്കി, ഈ പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും കഴികൾ പ്രാപിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനായി വിശുദ്ധനായി നമ്മെ നിർത്തേണ്ടതിന് വേണ്ടിയാണ് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തത്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ദൈവമേ, എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തത് എന്ന് നാം ഓരോരുത്തരും അവനോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയും. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നന്മയ്ക്കായുള്ള പദ്ധതിയാണ്, നാശത്തിനായിട്ടുള്ള പദ്ധതിയല്ല. അത് നാം ചെയ്യേണ്ട പാർട്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ പാർട്ട് അവൻ ആദ്യമേ ചെയ്തു. നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ, ദൈവത്തിൻ്റെ ആ പ്രകാശത്തിലൂടെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ, നാം അവനിലേക്ക് തിരിയുന്ന ആ ഒരു നിമിഷം മതി അവൻ നമ്മെ ശുദ്ധീകരിക്കുവാൻ. നമ്മുടെ ജീവിതത്തിലെ ഏതവസരത്തിലും ഒരു ശുദ്ധീകരണം പ്രാപിച്ച് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ, ഒരു പുതിയ മനുഷ്യനായി ജീവിതം ആരംഭിക്കുവാൻ ദൈവത്തോട് മുഖാമുഖം സന്ദർശിക്കുന്ന ആ ഒരു നിമിഷം മതിയാകും. ഇത് നമ്മുടെ പ്രവൃത്തിയല്ല, നാം എടുത്ത തീരുമാനമല്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പാണ്. എന്തിനാണ്? നമ്മുടെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും ദാരിദ്ര്യവും എല്ലാം മാറ്റി ദൈവസന്നിധിയിൽ ഏറ്റവും വിശുദ്ധനായ, ഏറ്റവും നിഷ്കളങ്കനായ ഒരു വ്യക്തിയായി നമ്മെ നിർത്തേണ്ടുന്നതിന് മാത്രം. ഈ നല്ല ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം.